ലീനിയർ കോൺഗ്രൻസ്. കോൺഗ്രൻസ് ഈ രീതിയിലുള്ളൊരു കോൺഗ്രൻസിനെയാണ് നമ്മൾ ലീനിയർ കോൺഗ്രൻസ് എന്ന് പറയുന്നത്. അതായത് എ എക്സ് കോൺഗ്രൻറ്റ് ടു ബി മോഡ് എം. ഈ ഇത്തരം കോൺഗ്രൻസിൽ ഒരു വേരിയബിൾ ഇൻവോൾവ് ചെയ്തിരിക്കും. ഈ എക്സ് എന്ന് പറയുന്നതാണ് ഒരു വേരിയബിളാണ്. എയും ബിയും എമ്മും ഒക്കെ ഇൻറ്റിജേഴ്സ്, ഇമ്പോസിറ്റീവ് ഇൻറ്റിജറാണ്. ഈ വേരിയബിളിനെ ഇതിനെയാണ് നമ്മൾ ലീനിയർ കോൺഗ്രൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സിൽ ലീനിയർ ആയതുകൊണ്ടാണ് ഇത് ലീനിയർ കോൺഗ്രൻസ് ആയത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 3x കോൺഗ്രൻറ്റ് 4 mod 5 ഇത് ലീനിയർ കോൺഗ്രൻസ്. കാരണം എക്സ് ലീനിയറാണ്, എക്സിൽ ലീനിയറാണ്. അതേസമയം എക്സ് സ്ക്വയർ കോൺഗ്രൻറ്റ് 1 mod 8 എന്നുള്ളത് ഇവിടെ എക്സ് സ്ക്വയർ വന്നതുകൊണ്ട് തന്നെ ഇത് നോൺ ലീനിയർ കോൺഗ്രൻസാണ്. അതേപോലെ എക്സ് സ്ക്വയർ പ്ലസ് 2 കോൺഗ്രൻറ്റ് ടു 3x mod 5 എന്നുള്ളതും നോൺ ലീനിയർ കോൺഗ്രൻസാണ്. ഇതാണ് 3 എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ലീനിയർ കോൺഗ്രൻസ് മാത്രമാണ്. ഇപ്പോൾ ലീനിയർ കോൺഗ്രൻസിൻ്റെ ഒരു സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് എക്സിനാണോ, ഏത് ഇൻറ്റിജർ എക്സിനാണോ അത് എക്സ് നോട്ട് ഈ കോൺഗ്രൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഇപ്പോൾ എക്സ് നോട്ടിന് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയും എ എക്സ് നോട്ട് കോൺഗ്രൻറ്റ് ബി മോഡ് എം ആവണം. അതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൻ്റെ സൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ എക്സാമ്പിൾ ഇതാണ് 3x കോൺഗ്രൻറ്റ് 4 mod 5. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 3 ഒരു സൊല്യൂഷൻ ആണെന്ന് പറയുന്നു. കാരണം ഈ എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 × 3 വരും. 3 × 3 നമുക്കറിയാം 9 ആണ്. 9 കോൺഗ്രൻറ്റ് 4 mod 5 എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 3 ഒരു സൊല്യൂഷനാണ്. ഇനി അടുത്ത എക്സാമ്പിളിൽ എപ്പോഴും സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല, അത് കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇത് അടുത്തത്. അതായത് ഇവിടെ 4x കോൺഗ്രൻറ്റ് 1 mod 2 ഇതിനൊരിക്കലും സൊല്യൂഷൻ ഉണ്ടാവില്ല. അതിന് കാരണം 4x എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു എക്സ് എന്ത് തന്നെയായാലും 4x ഒരു ഈവൺ നമ്പറാണ്. ഒരു ഈവൺ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരിക്കലും റിമൈൻഡർ 1 കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രൻസിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഒരുപാട് കോൺഗ്രൻസ് ഉണ്ട് സൊല്യൂഷൻ ഇല്ലാതെ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ എപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അടുത്ത റിമാർക്കിൽ ഈ എ എക്സ് കോൺഗ്രൻറ്റ് ബി മോഡ് എം എന്ന ലീനിയർ കോൺഗ്രൻസ് സോൾവബിൾ ആവാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. അത് സോൾവബിൾ ആവണമെങ്കിൽ എ എക്സ് മൈനസ് എം വൈ ഈക്വൽ ടു ബി എന്ന ലീനിയർ ഡയോഫൻറ്റൈൻ ഇക്വേഷൻ സോൾവബിൾ ആവണം. ഇത് സോൾവബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ലീനിയർ ഡയോഫൻറ്റൈൻ ഇക്വേഷൻ ദിസ് ഈസ് സോൾവബിൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. എ എക്സ് കോൺഗ്രൻറ്റ് ടു ബി മോഡ് എം സോൾവബിൾ ആണെന്ന് വിചാരിക്കാം. സോൾവബിൾ. അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻ നോക്കാൻ, അതായത് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അത് സോൾവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എക്സ് മൈനസ് ബി ഈക്വൽ ടു എം വൈ ഫോർ സം വൈ ഇത് സോൾവബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി എ എക്സ് ഈക്വൽ ടു ബി പ്ലസ് എം വൈ ഈ സോൾവബിൾ. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത റിമാർക്കിൽ എക്സ് നോട്ട് എന്നുള്ളത് എ എക്സ് കോൺഗ്രൻറ്റ് ബി മോഡ് എമ്മിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. കൂടാതെ എക്സ് നോട്ട് കോൺഗ്രൻറ്റ് എക്സ് വൺ മോഡ് എം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് വണ്ണും ഒരു സൊല്യൂഷൻ ആയിരിക്കും. എക്സ് കോൺഗ്രൻറ്റ് ബി മോഡ് എമ്മിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ എക്സ് നോട്ട് ഒരു സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ കഴിയും. അതായത്
എക്സ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് എഴുതാൻ കഴിയും. കൂടാതെ എക്സ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു എക്സ് വൺ മോഡ് എമ്മും ഉണ്ട്. ഇതിനെ നമുക്ക് രണ്ട് സൈഡിൽ എ കൊണ്ട് മൾട്ടിപ്ലൈ ആയ കൊണ്ട്, അപ്പോൾ ഇത് എ എക്സ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു എ എക്സ് വൺ മോഡ് എം എന്നാവും. ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്താൽ എ എക്സ് വൺ കോൺഗ്രുവൻറ്റ് ടു എ എക്സ് നോട്ട് മോഡ് എം ആണ്, എ എക്സ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ്. അപ്പോൾ ആ ട്രാൻസിറ്റിവിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എ എക്സ് വൺ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് വരും. അപ്പോൾ എക്സ് വൺ എന്ന് പറയുന്നത് എന്തായി? എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എമ്മിൻ്റെ ഒരു സൊല്യൂഷനായി. ഇനി നമ്മളൊരു എക്സാമ്പിളിൽ കൂടെ അത് നമുക്ക് നോക്കി നോക്കാം. എക്സ് വൺ എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളാണിത്. 3 എന്ന് പറയുന്നത് 3x കോൺഗ്രുവൻറ്റ് 4 മോഡ് 5ൻ്റെ ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ട് 3യുമായി ഈ 3യുമായി കോൺഗ്രുവൻ്റായി വരുന്ന എല്ലാ മെമ്പേഴ്സും, അതായത് ക്ലാസ് 3 മോഡ് 5ലുള്ള എല്ലാ മെമ്പേഴ്സും എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? അതായത് -5, -7, -2, 3, 8, 13. അതായത് ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 5 ആഡ് ചെയ്ത് എല്ലാ സൊല്യൂഷനും ഉണ്ടാക്കുക. അല്ലെങ്കിൽ 5 സബ്ട്രാക്ട് ചെയ്ത് അതായത് മോഡുലസ് ആണ് ഇവിടെ 5 വരുന്നത്. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഈ സൊല്യൂഷൻ ഈ ഫോമിലാണെന്ന് അർത്ഥം. x = 3 + 5 t എലമെൻ്റ് ഓഫ് സെറ്റ്. അപ്പോൾ ഇതൊന്നും നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. ഇത് സൊല്യൂഷനാണ്. അപ്പോൾ നമ്മൾ 3x കോൺഗ്രുവൻറ്റ് ടു 3x എന്നുള്ളതിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട്, എക്സിന് നമ്മളെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 3 + 5t എന്ന് കൊടുക്കുന്നു. അപ്പോൾ 9 + 15t ആവും. 9 കോൺഗ്രുവൻറ്റ് ടു 4 മോഡ് 5 ആണ്. 15t കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 5 ആണ്. അപ്പോൾ ഇത് 4 മോഡ് 5 എന്നായി മാറും. അത്രയാണ് അതിൻ്റെ വെരിഫിക്കേഷൻ. അപ്പം ഇനി അടുത്ത എക്സാമ്പിളിൽ അടുത്ത ഈ റിമാർക്ക് പറയുന്നത് ഇൻഫിനിറ്റ്ലി മെനി എക്സ് ഈക്വൽ ടു ബിക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതൊരു റിമാർക്ക് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് കോൺഗ്രുവൻ്റായി വരുന്നതൊക്കെ സൊല്യൂഷനാണ്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി ഉണ്ടാവും. പക്ഷേ ഇൻകോൺഗ്രുവൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഫൈനൈറ്റാണ്. ഇൻകോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസിൻ്റെ കളക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഫൈനൈറ്റ് മാത്രമേ ഉണ്ടായിരിക്കൂ. അപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ കൂടെ അത് വിശദമായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ എടുക്കുക. 9x കോൺഗ്രുവൻറ്റ് ടു 6 മോഡ് 12 എന്ന് പറയുന്നൊരു എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ ഇതിന് 3 ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷനാണുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ ശരിക്കും ഇതിൻ്റെ സൊല്യൂഷനാണോ ചെക്ക് ചെയ്യാൻ എക്സിന് നമ്മൾ പല വാല്യൂ ഇട്ട് ചെക്ക് ചെയ്യുമ്പം x 0 മുതൽ 11 വരെയുള്ള വാല്യൂ നമ്മൾ ട്രയൽ ആൻഡ് എറർ രീതിയിലാണ് സൊല്യൂഷൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ 0 മുതൽ 11 വരെയുള്ള നമ്പേഴ്സ് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് 2 ഒരു സൊല്യൂഷനാണെന്ന് കാണാൻ കഴിയും. പിന്നെ ചെക്ക് ചെയ്താൽ 6 ഒരു സൊല്യൂഷനാണെന്ന് കാണാൻ കഴിയും. പിന്നെ ചെക്ക് ചെയ്താൽ 10 ഒരു സൊല്യൂഷനാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇത് 18 വരും. 18 - 6 12 തന്നെയാണ്. ഇവിടെ 54 - 6 48 കറക്റ്റ്. ഇവിടെ 90 വരും. 90 - 6 84, അത് മൾട്ടിപ്പിൾ ഓഫ് 12 തന്നെയാണ്. ഇതൊക്കെ
ഇതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ ശരിക്ക് എങ്ങനെയാണിത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി കാണേണ്ടത്. അപ്പോൾ അടുത്ത തിയറത്തിൽ സൊല്യൂഷൻ ഉണ്ടാവാനുള്ളൊരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഇപ്പോൾ AX കോൺഗ്രുവൻറ്റ് B mod M എന്ന ലീനിയർ കോൺഗ്രുവൻസ് സോൾവബിൾ ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് D എന്നുള്ളത് ബിയെ ഡിവൈഡ് ചെയ്യണം. ഈ D എന്ന് പറയുന്നത് എയുടെയും എമ്മിൻ്റെയും GCD ആണ്. അതാണ് നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. അപ്പോൾ ഈ കേസിൽ സൊല്യൂഷൻ ഉള്ള കേസിൽ D ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സൊല്യൂഷൻ ഉള്ള കേസിൽ D ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ AX കോൺഗ്രുവൻറ്റ് B mod M എന്ന് പറയുന്ന ലീനിയർ കോൺഗ്രുവൻസ് എടുത്തു. അത് നമുക്കറിയാം, ഇത് ഇക്വലൻ ടു ദ ലീനിയർ ഡയോഫൻ്റൈൻ ഇക്വേഷൻ AX - my = B ആണ്. അങ്ങനത്തെ ഒരു എക്സും വൈയും, ഇത് ഡയോഫൻ്റൈൻ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എക്സും വൈയും ഇൻറ്റിജർ സൊല്യൂഷൻ കണ്ടെത്തുക എന്നർത്ഥം. ഇതിന് ഒരു എക്സും വൈയും ഇൻറ്റിജർ ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അപ്പോൾ AX കോൺഗ്രുവൻറ്റ് B mod M is solvable if and only if the linear Diophantine equation AX - my = B is solvable. അതാണ് കണ്ടീഷൻ. അപ്പോൾ ഇനി അതിനുള്ളൊരു കണ്ടീഷൻ നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. D divides B, ഒരു ഡയോഫൻ്റൈൻ ഇക്വേഷൻ അതിന് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ D divides B ആയിരിക്കണം. എയുടെയും എമ്മിൻ്റെയും GCD ആണ് D എന്ന് പറയുന്നത്. അപ്പോൾ A congruent to B mod M is solvable if and only if D divides B. ഇനി ഇതിന് ഇൻഫിനിറ്റ്ലി വലിയ സൊല്യൂഷൻ ഉണ്ടെന്ന് കണ്ടു. ആ സൊല്യൂഷൻസ് കിട്ടുന്നത് ഈ രീതിയിലാണ്. സൊല്യൂഷൻസ് x = x0 + m/dt, y = y0 + m/d ആണ് വരിക. m/dt അതാണ്, അല്ല ഇവിടെ A തന്നെ, ഇവിടെ a/dt, ഇവിടെ m/d വരും, ഇവിടെ a/dt. where x0 and y0 is solutions of linear Diophantine equation B. കാരണം ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ലീനിയർ ഡയോഫൻ്റൈൻ ഇക്വേഷൻ്റെ കേസിൽ പ്രൂവ് ചെയ്ത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കോൺഗ്രുവൻസിലും വരിക. അപ്പോൾ കോൺഗ്രുവൻസിൽ ഇത് മാത്രമാണ് സൊല്യൂഷൻ, കാരണം y ഇൻവോൾവ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ the congruence AX = B mod M has infinitely many solutions and they are given by x = x0 + m/dt, where x0 is a particular solution. x0 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൊല്യൂഷനാണ്. ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേറെ എത്ര D ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സൊല്യൂഷനൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്പർ ഓഫ് ഇൻകോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് കിട്ടുക നോക്കാം. അപ്പോൾ സൊല്യൂഷൻ സോൾവബിൾ ആണെങ്കിൽ, കോൺഗ്രുവൻസ് സോൾവബിൾ ആണെങ്കിൽ x1 = x0 + m/dt1 ആൻഡ് x2 = x0 + m/dt2. അങ്ങനെ രണ്ട് കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ആണെന്ന് വിചാരിക്കുന്നത്. AX കോൺഗ്രുവൻറ്റ് ടു B mod M രണ്ട് കോൺഗ്രുവൻറ്റ് സൊല്യൂഷനാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ x1 കോൺഗ്രുവൻറ്റ് ടു x2 mod M ആണെന്ന് കിട്ടും, കാരണം രണ്ട് കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ x1 ഈ വാല്യൂ കൊടുക്കുന്നു, x2 ഈ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ വരുന്നത്
അപ്പോൾ എക്സ് നോട്ട് രണ്ട് സൈഡിലും സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് എം ബൈ ഡി ടി വൺ കോൺഗ്രുവൻറ്റ് ടു എം ബൈ ഡി ടി ടു മോഡ് എം. എം ബൈ ഡി കൊണ്ട് എം ബൈ ഡി എമ്മിനെ ഡിവൈഡ് ചെയ്യും എന്തായാലും. അപ്പോൾ എം ബൈ ഡി കൊണ്ട് നിങ്ങൾക്ക് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടി വൺ കോൺഗ്രുവൻറ്റ് ടു ടി ടു മോഡ് എം ബൈ ഡി വരും. എം ബൈ ഡി എന്ന് പറഞ്ഞാൽ ഡി തന്നെയാണ്. അപ്പോൾ രണ്ട് കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തരിക ടി വണ്ണിന് ടി ടു. അത് കോൺഗ്രുവൻ്റ് മോഡിലോ ഡി ആയിരിക്കും. അതുകൊണ്ടാണ് ഡി സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയും. ഡി ഇൻകോൺഗ്രുവൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ എക്സ് വൺ എക്സ് ടു ആർ കോൺഗ്രുവൻ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി വൺ കോൺഗ്രുവൻ്റ് ടു ടി ടു മോഡ് ഡി. അപ്പോൾ ടി വണ്ണും ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി വൺ ആൻഡ് ടി ടു ബിലോങ് ടു സെയിം കോൺഗ്രുവൻ്റ് മോഡുലോ ക്ലാസ്. അപ്പോൾ ദർ ആർ ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇപ്പോൾ ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻ നോക്കണമെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള കോൺഗ്രുവൻ്റ് ക്ലാസ് നിന്ന് എടുക്കണം. ഒരേ ക്ലാസ്സിൽ നിന്ന് എടുത്താൽ രണ്ടും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള കോൺഗ്രുവൻ്റ് ക്ലാസ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കൊറോളറി 4.2 നോക്കുകയാണെങ്കിൽ അങ്ങനെ ഡി ഇൻകോൺഗ്രുവൻ്റ് ക്ലാസ്സുകളാണുള്ളത്. ഡി ഇൻകോൺഗ്രുവൻ്റ് ക്ലാസ്സുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ലീനിയർ കോൺഗ്രുവൻസിന് എക്സ് കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എമ്മിന് ഡി ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ് ആണ് വരിക. അത് ഈ ഫോർമുല വെച്ചിട്ട് കിട്ടും. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എം ബൈ ഡി ടി വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഡി. ഇപ്പോൾ ഡിക്ക് ഇതിൻ്റെ ഇടയിലുള്ള പല ടി വാല്യൂസ് കൊടുക്കുക. ടിക്ക് വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഡി സൊല്യൂഷൻസ് കിട്ടും. ഇനി അടുത്ത തിയറം എന്ന് പറയുന്നത് അതിലൊരു നോട്ട് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എം ബൈ ഡി ടി വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഡി ഈസ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ലീനിയർ കോൺഗ്രുവൻസ്. ഇതാണ് സൊല്യൂഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ല, ഈ എക്സ് കോൺഗ്രുവൻ്റ് ടു ബി മോഡ് എമ്മിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. ടി ഇതിൻ്റെ ഇടയിൽ വാരി ചെയ്യുമ്പോൾ. ഇനി ഈ കൊറോളറിയിൽ the linear congruence X congruent to B mod M has a unique solution if and only if A, M is equal to 1. കാരണം നേരത്തെ നമ്മൾ ഇവിടെ A, M is equal to D ആണ്. ശരിക്കും D എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു D ആണെങ്കിൽ D ഡിസ്റ്റിങ്ക്റ്റ് സൊല്യൂഷൻസ് ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ D 1 ആയതുകൊണ്ട് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. അത്രയാണുള്ളൂ. ഈ കേസിൽ D 1 ആയതുകൊണ്ട് യുണീക്ക് സൊല്യൂഷൻ. അടുത്ത എക്സാമ്പിളിൽ നമുക്ക് 8x കോൺഗ്രുവൻ്റ് ടു 10 മോഡ് 6, 2x കോൺഗ്രുവൻ്റ് ടു 3 മോഡ് 4, 4x കോൺഗ്രുവൻ്റ് ടു 7 മോഡ് 5 ഇതൊക്കെ സോളബിൾ ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസ് കാണണം. അപ്പോൾ ആദ്യം നമുക്ക് 8x കോൺഗ്രുവൻ്റ് ടു 10 മോഡ് 6 എടുക്കാം. അപ്പോൾ 8x കോൺഗ്രുവൻ്റ് ടു 10 മോഡ് 6ൽ നമുക്കറിയാം 8ഉം 6ഉം തമ്മിലുള്ള GCD ആണ് വരുന്നത്. D 10നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സോളബിളാണ്. സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സോളബിൾ ആണോ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിവിടെ സോളബിൾ ആണ്. അപ്പോൾ സോളബിൾ ആണ് എന്ന് കിട്ടി.
അപ്പോൾ സോളബിൾ ആണ്. 2 ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻസും ഉണ്ട്. ഇനി അടുത്ത എക്സാമ്പിളിൽ 2x കോൺഗ്രുവൻ്റ് ടു 3 mod 4 2,4 എൻ്റെ GCD 2 ആണ്. പക്ഷേ GCD 3 ഡിവൈഡ് ചെയ്യുന്നില്ല, 3ൻ്റെ ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഇതിന് സൊല്യൂഷനേ ഇല്ല. ഇനി അടുത്ത എക്സാമ്പിളിൽ 4x കോൺഗ്രുവൻ്റ് ടു 7 mod 5 4ഉം 5ഉം GCD 1 ഡിവൈഡ് 7. അതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ട്, സോളബിൾ ആണ്. ഇതിന് സൊല്യൂഷൻ ഉണ്ട്. 4x congruent to 7 mod 5 is solvable and it has solution modulo 5. ഈ കോൺഗ്രുവൻസ് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് 12x കോൺഗ്രുവൻ്റ് ടു 48 mod 18 എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ നോക്കാം. സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ 12ഉം 8ഉം തമ്മിലുള്ള GCD നമുക്കറിയാം 6 ആണ് വരിക. 6 48നെ ഡിവൈഡ് ചെയ്യണം, അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ട്. GCD 6 വന്നതുകൊണ്ട് 6 ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻ ഉണ്ട്. അപ്പം നമ്മളിവിടെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. ശരിക്കും അപ്പം നമ്മൾ വേണ്ടത് 0 മുതൽ 18 വരെയുള്ള എല്ലാ നമ്പേഴ്സും 0 മുതൽ 18 വരെയുള്ള എല്ലാ നമ്പേഴ്സും ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് 0 മുതൽ ചെക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് 0 എന്നാണ്. 0 മുതൽ ചെക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ സൊല്യൂഷൻ വരുന്നത് എന്താണെന്ന് നോക്കാം. ജനറൽ സൊല്യൂഷൻ x = x0 പ്ലസ് m/d x = x0 പ്ലസ് m/d t x0 പ്ലസ് m/d വരിക 18/6t ദാറ്റ് ഈസ് 3t എന്ന് വരും. ഇനി x0 കാണാൻ വേണ്ടി, അത് നമ്മൾ നേരത്തെ പറഞ്ഞത്, x0 കാണാൻ വേണ്ടി ഈ 0 മുതൽ 17 വരെയുള്ള ഈ നമ്പേഴ്സ് ചെക്ക് ചെയ്യണം. ട്രയൽ ആൻഡ് എറർ ചെയ്യ രക്ഷയുള്ളൂ. അപ്പോൾ ആദ്യം x0 0 എടുക്കുക. അപ്പോൾ 12 × 0 0 0 നോട്ട് കോൺഗ്രുവൻ്റ് 48 mod 18. അപ്പോൾ അത് ശരിയല്ല. അതുകൊണ്ട് x0 = 0 ഒരു സൊല്യൂഷൻ അല്ല. ഇനി x0 = 1 12 × 12 = 12 12 കോൺഗ്രുവൻ്റ് ടു 48 mod 18. അപ്പോൾ അത് -36 എന്ന് വരും. -36ൻ്റെ ഒരു ഫാക്ടറാണ് 18. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ x0 = 1 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്. ഇനി ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സൊല്യൂഷനൊക്കെ എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട എക്സ്പ്രഷനിൽ 1 + 3tയിൽ ടിക്ക് വേരിയസ് വാല്യൂസ് കൊടുത്തിട്ട് അത് കണ്ടുപിടിക്കാം. അപ്പോൾ ടിക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് 1 വരും. t1 ആകുമ്പോൾ 4 വരും. t2 ആകുമ്പോൾ 7 വരും. t3 ആകുമ്പോൾ 18 വരും. t4 ആകുമ്പം 13 വരും. t5 ആകുമ്പോൾ 16 വരും. ഇതൊക്കെ തമ്മിലുള്ള 1 4 7 10 18 16 ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. കാരണം 1 + 3t എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 4 7 10 13 16 എന്നേ പറയാൻ കഴിയും. ഇനി നമ്മൾ വേറൊരു രീതിയിലും ഇത് ചെയ്യാം. അതാണ് ഇവിടെ നോക്കുന്നത്. മറ്റൊരു രീതിയിൽ ഇത് ചെയ്താൽ എങ്ങനെയിരിക്കും നോക്കാം. അത് വേറൊരു രീതി എങ്ങനെയാണ് നമുക്കറിയാം. 12x കോൺഗ്രുവൻ്റ് ടു 48 mod 18 ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 6 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. ത്രൂ ഔട്ട് കംപ്ലീറ്റ്. കാരണം 12x - 48 = some m18y എന്നാണല്ലോ ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡയോഫൻ്റെ ഇൻഡിക്കേഷൻ. അതിനെ ത്രൂ ഔട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും 2x കോൺഗ്രുവൻറ്റ് ടു 8 mod 3 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുന്നു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു 2 കൊണ്ട്. അപ്പോൾ 4x കോൺഗ്രുവൻറ്റ് 2 × 8 18 mod 3. ഫോർ എക്സിൽ 4നെ നമുക്ക് എന്ത് ചെയ്യാ വെച്ചാൽ 3 × 1 + 1. അപ്പം ഇവിടെ 1 മാത്രമേ ഉണ്ടാവും. 1 × x പ്ലസ് അപ്പോൾ ഇവിടെ 16 വന്നതുകൊണ്ട് 1 × x കോൺഗ്രുവൻറ്റ് ടു 16 വന്നതുകൊണ്ട് 1 mod 3. കാരണം 16 = 3 × 5 + 1. അപ്പോൾ നമുക്ക് കിട്ടിയത് x = 1 + x = 1 + 3t മതി. x = 1 + 3t. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് മെത്തേഡ് പ്രകാരം ചെയ്യണം. നേരത്തെ നമ്മൾ സൊല്യൂഷൻ ഈ രൂപത്തിലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ആൻഡ് എററിൽ x0 0 കൊടുക്കുമ്പോൾ സൊല്യൂഷൻ അല്ലാന്ന് കിട്ടും. x0 = 1 കിട്ടുമ്പോൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ആ പർട്ടിക്കുലർ സൊല്യൂഷൻസ് 1 4 7 10 13 16 ഇതാണ് ആ പർട്ടിക്കുലർ സൊല്യൂഷൻ വരുന്നത്. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിന് മഹാവീരാസ് പസിൽ എന്നാണ് പറയുക. അതായത് 23 യാത്രക്കാരുണ്ട്. അവരൊരു ഫോറസ്റ്റിൻ്റെ അകത്തെത്തി. 23 യാത്രക്കാർ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തെത്തി. അപ്പോൾ ഈ ഒരു പഴം, ഈ വാഴപ്പഴം പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ആ പഴം അങ്ങനെ കൂട്ടിയിട്ടത് കണ്ടു. ഒരു സ്ഥലത്ത് പഴം അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. പഴം കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഓരോ കൂനയിലും ഒരേ നമ്പർ പഴമുള്ളത്. അപ്പോൾ കുറച്ച് പഴം ബാക്കിയുണ്ട്. അത് വേറൊരു കൂനയായിട്ട്, ചെറിയൊരു കൂനയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ 23 ട്രാവലേഴ്സും വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പഴം കംപ്ലീറ്റ് വീതിച്ചെടുക്കും. അവിടെയുള്ള പഴം മുഴുവൻ വീതിച്ചെടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആകെ എത്ര പഴം ഉണ്ടെന്നും ഓരോരുത്തർക്ക് എത്ര കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ 63 ഹീപ്സാണുള്ളത്. ഓരോ ഹീപ്പിലും സെയിം നമ്പർ ഓഫ് പ്ലെയിൻറ്റെയിൻസ് ആണുള്ളത്, പഴങ്ങളാണുള്ളത്. ബാക്കി വരുന്നത് 7 പഴങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വേറെ ചെറിയ കൂനയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവർ ഈ പ്ലാന്റൈൻസ് ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 23 ആൾക്കാരും ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യം. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടി എക്സ് ഒരു ഹീപ്പിലുള്ള പഴങ്ങളുടെ എണ്ണമാണ് എക്സ്. ഒരു ഹീപ്പിലുള്ള പഴങ്ങളുടെ എണ്ണമാണ് എക്സ്. അങ്ങനെ കുറേ ഹീപ്പിൽ സെയിം ആയിരിക്കും, ഒറ്റ ഒന്നിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ 63 ഹീപ്സ് ഉണ്ട്. അപ്പോൾ 63 എക്സാണ് ആകെ പഴങ്ങൾ ഹീപ്പുകളിലുള്ളത്. പിന്നെ ബാക്കി വരുന്നത് 7ആണ്. അപ്പോൾ ആകെ പഴത്തിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ 63x + 7 എന്ന് വരും. 63x + 7 എന്നാണ് ആ അവസരത്തിൽ വരിക. ഈ y ആണ് എന്ന് വിചാരിക്കുക. അതായത് ട്രാവലും ഈ യാത്രക്കാർ ഇത് വീതിച്ചെടുക്കുമല്ലോ. അപ്പോൾ y ആണ് ഒരാൾക്ക് കിട്ടുന്ന പഴങ്ങൾ എന്ന് വിചാരിക്കുക. അപ്പോൾ 23y എന്ന് പറയുന്നത് ആയിരിക്കും ആകെ പഴങ്ങൾ. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടിയാൽ തമ്മിൽ യോജിപ്പിക്കാം. 63x + 7 = 23y. അപ്പോൾ ഇതൊരു ലീനിയർ ഡയഫൻറ്റൈൻ ഇക്വേഷനാണ്. ഇത് നമുക്ക് സോൾവ് ചെയ്യണം.
അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന രീതി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്ന് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതാം. 63x കോൺഗ്രുവൻ്റ് ടു -7 mod 23 എന്ന രീതിയിൽ ഇത് എഴുതി. അതേപോലെ തന്നെ 23y കോൺഗ്രുവൻ്റ് ടു 7 mod 63 എന്നും നമ്മൾ എഴുതി. ഇനി രണ്ട് ഇക്വേഷൻ എഴുതി. അതായത് 63x കോൺഗ്രുവൻ്റ് ടു 63x കോൺഗ്രുവൻ്റ് ടു -7 mod 23 അല്ല 7 mod 23. അതേപോലെ 23y കോൺഗ്രുവൻ്റ് ടു കുടുംബത്തെ നമ്മുടെ 23y കോൺഗ്രുവൻ്റ് ടു 7 mod 63x -7 mod 23 ആണ്. 23y 7 mod 63 ഇതാണ് രണ്ട് ഇക്വേഷൻ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഈ 63 എന്നുള്ളതിൻ്റെ റിമൈൻഡർ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -6 ആയിട്ടാണ് വരുന്നത്. അപ്പം അത് നമ്മൾ 3a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിവിടെ -6 ആയി മാറും. 63 ആയിരുന്നുള്ളത്. അപ്പോൾ -6x കോൺഗ്രുവൻ്റ് ടു -7 mod 23. ആ മൈനസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 6x കോൺഗ്രുവൻ്റ് ടു 7 mod 23 എന്ന് വരും. ഇതിന് സൊല്യൂഷൻ ഉണ്ടാകാനുള്ള കണ്ടീഷൻ നമുക്കറിയാം. 6ഉം ഇവിടെ എഴുതിയത് തെറ്റിപ്പോയിട്ടുണ്ട്. സെക്കൻഡെന്ന് 6ഉം 23യും റിലേറ്റീവ്ലി പ്രൈമാണ്. പിന്നെ 6 ആ റിലേറ്റീവ്ലി പ്രൈമാണ് 1 എന്ന് കിട്ടി. 1 ഡിവൈഡ്സ് 7. അതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. എത്ര സൊല്യൂഷൻ ഉണ്ടാകുക? 1 കോൺഗ്രുവൻ്റ് 1 ഇൻകോൺഗ്രുവൻ്റ് സൊല്യൂഷൻ. അപ്പോൾ ആ സൊല്യൂഷൻ എത്രയാണെന്ന് കാണണം. ഇനി അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി ഇടതുവശത്ത് എക്സ് മാത്രമായിട്ട് കിട്ടാൻ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഏതോ ഒരു ക്വാണ്ടിറ്റി വരുമ്പോൾ അത് 23 ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ mod 23 എടുക്കുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. 6 × 1 6 അതല്ല. 6 × 2 12 12 - 7 അതല്ല. 3 × 6 18 18 - 7 അതുമല്ല. അപ്പോൾ 6 × 4 24. അപ്പോൾ ഇവിടെ 24 വരിക എന്ന് പറഞ്ഞാൽ 1 ആയി മാറിയെന്നർത്ഥം. മോഡുലേഴ്സ് എടുക്കും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 24x കോൺഗ്രുവൻ്റ് ടു 28 mod 23. ഇപ്പോൾ 24x കോൺഗ്രുവൻ്റ് ടു 28 mod 23. 24 കോൺഗ്രുവൻ്റ് ടു 1 mod 23 എന്നാവും. ആണ് നമുക്കറിയാം. 24 കോൺഗ്രുവൻ്റ് ടു 1 mod 23 ആണ്. അതേപോലെ 28 കോൺഗ്രുവൻ്റ് ടു 5 mod 23 ആണ്. അപ്പോൾ എക്സ് കോൺഗ്രുവൻ്റ് ടു 5 mod 23 എന്ന് വരും. അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 5 + 23t ആണ്.
അപ്പോൾ എക്സ് കിട്ടി 5 + 23t. ഇനി നമ്മൾ അത് ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടുമ്പത്തെ റിലേഷനിൽ കൊടുത്താൽ 63x + 7 = 23y അതിൽ കൊടുത്തു കഴിഞ്ഞാൽ 63 × 5 + 23t + 7 = 23y എന്ന് വരും. അപ്പോൾ 315 + 1449 t + 7 എന്ന് വരും. അത് 23y ആണ്. അപ്പോൾ 23y എന്ന് പറയുന്നത് 1449 t + 322. ഇനി നമ്മൾ വരുന്നത് ഇനി അതുപോലെ അതുപയോഗിച്ച് y എപ്പം കിട്ടി. y എന്ന് പറയുന്നത് 23 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y കിട്ടി. y എന്ന് പറഞ്ഞാൽ 14 + 63t എന്ന് വരും. അപ്പോൾ എക്സും വൈയും ആയി. അപ്പോൾ ഈ സൊല്യൂഷൻ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ എക്സും വൈനുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇപ്പോൾ t = 0 കൊടുക്കുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും. ഇപ്പോൾ t = 0 കൊടുക്കുമ്പോൾ അതിനർത്ഥം 5ഉം 14ഉം കിട്ടുന്നതാണ് അർത്ഥം. ഒരു ഹീപ്പിലുള്ളത് 5 പ്ലെയിൻ ചെയിൻ ആണ്. അതേപോലെ 14 പഴമാണ് ഒരാൾക്ക് കിട്ടുക. വീതിക്കുമ്പം 14 പഴമാണ് ഒരാൾക്ക് കിട്ടുക. ഈ രണ്ട് ഒബ്സർവേഷനും നമുക്ക് നടത്താൻ കഴിയും. അപ്പോൾ എല്ലാ ട്രാവലർക്കും 14 പഴം കിട്ടും. ശരിയാണോ നോക്കാം. 63 × 5 + 7 322 കിട്ടി ആകെപ്പഴം. 23 × 14 ഓരോരുത്തർക്കും കിട്ടിയതാണ് 14. ഈക്വൽ ടു 23 × 14 = 322. അതും വെരിഫൈ ചെയ്തു. അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടി. അതേപോലെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്, ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഒരു സൊല്യൂഷൻ മതി നമുക്ക്. അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്, കോൺഗ്രുവൻസിലെ ഇൻവേഴ്സ്, മോഡുലർ ഇൻവേഴ്സ് നമുക്ക് വിളിക്കുക അതിനെ. അപ്പോൾ നമ്മളൊരു ലീനിയർ കോൺഗ്രുവൻസ് എടുക്കുക. AX കോൺഗ്രുവൻറ്റ് 1 mod m. ഇതിന് യുണീക്ക് സൊല്യൂഷനാണ് ഉണ്ടാവുക. A, m യുണീക്ക് സൊല്യൂഷൻ ഇഫ് A, m = 1. എയും എമ്മും റിലേറ്റീവ്ലി പ്രൈമാണ്. ഇതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകുക. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, ആ സൊല്യൂഷനെയാണ് ഈ യുണീക്ക് ലീസ്റ്റ് റെസിഡ്യൂ എക്സ് സച്ച് ദാറ്റ് AX കോൺഗ്രുവൻറ്റ് 1 mod m. A is said to be invertible എന്ന് പറയുന്ന കേസിൽ ആൻഡ് X is called the inverse of A mod m എന്നും പറയും. അപ്പോൾ അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. A ഇൻവേഴ്സ് എന്നുള്ള നൊട്ടേഷനാണ്. അപ്പോൾ A ഇൻവേഴ്സ് കോൺഗ്രുവൻറ്റ് 1 mod m ആണ്. A = A ഇൻവേഴ്സ് വരുന്ന കേസിൽ ചിലപ്പോൾ അങ്ങനെ വരും. A ഇൻവേഴ്സ് = A വരുന്ന കേസിൽ നമ്മൾ പറയും A സെൽഫ് ഇൻവെർട്ടിബിൾ mod m എന്ന് പറയും. അതായത് A² കോൺഗ്രുവൻറ്റ് 1 mod m ആണെന്ന് അർത്ഥം. ഇനി ഈ ഒരു എക്സാമ്പിൾ ഇൻവേഴ്സ് നോക്കുന്ന ഒരു എക്സാമ്പിളാണിത്. 7 × 8 കോൺഗ്രുവൻറ്റ് 56 എന്ന് വരും. 56 കോൺഗ്രുവൻറ്റ് 1 mod 11. അപ്പോൾ 7 ഇൻവെർട്ടിബിൾ ആണ്. പിന്നെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. 7 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 8 mod 11 ആണ്. ഇനി
10 എന്ന് പറയുന്നത് 100 ആണ്. 100 കോൺഗ്രുവൻ്റ് ടു 1 mod 11 ആണ്. അപ്പോൾ 10 എന്ന് പറയുന്നത് സെൽഫ് ഇൻവെർട്ടിബിൾ ആണ് എന്നർത്ഥം. ഇത് സെൽഫ് ഇൻവെർട്ടിബിൾ ആണ്. ഇനി അടുത്ത തിയറത്തിൽ നമുക്ക് ലീനിയർ കോൺഗ്രുവൻസ് ഉണ്ട്. എക്സ് കോൺഗ്രുവൻ്റ് ടു ബി mod m, a, m is equal to 1. അപ്പോൾ അതിൻ്റെ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ബി ആയിരിക്കും. ഒരു സൊല്യൂഷനിൽ ഉണ്ടാവും. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ബി ആയിരിക്കും. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ പ്രൂഫിലേക്ക് പോവാം. എ എക്സ് കോൺഗ്രുവൻ്റ് ടു ബി mod m ഉം a, m is equal to 1 ഉം. അപ്പോൾ 1 divides b ആണ് നമുക്കറിയാം. അതിന് സൊല്യൂഷൻ ഉണ്ട്. ഒരു സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഇൻവേഴ്സ് എ എക്സ് കോൺഗ്രുവൻ്റ് ടു എ ഇൻവേഴ്സ് ബി mod m. എ ഇൻവേഴ്സ് ഏത് ഇൻറ്റിജർ ആയാലും ഇത് ശരിയാണ്. അപ്പോൾ എ ഇൻവേഴ്സ് എ എക്സ് കോൺഗ്രുവൻ്റ് ടു എ ഇൻവേഴ്സ് ബി mod m. അപ്പോൾ എ ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് 1 ആണ്. 1x കോൺഗ്രുവൻ്റ് ടു എ ഇൻവേഴ്സ് ബി mod m. അപ്പോൾ എക്സ് കോൺഗ്രുവൻ്റ് ടു എ ഇൻവേഴ്സ് ബി mod m എന്ന് വരും. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഈ കേസിൽ നമുക്ക് ഒരു കോഴിയുടെ വില 5 കോയിനാണ്. ഒരു കോഴിയുടെ വില 5 കോയിൻ. ഒരു ഹെന്നിൻ്റെ പടക്കോഴിയുടെ വില 3 കോയിനാണ്. പിന്നെ ചെറിയ കോഴിക്കുട്ടികളുടെ വില 3 എണ്ണത്തിന് 1 കോയിൻ. ഇങ്ങനെയാണ് വില. ഇപ്പോൾ ടോട്ടൽ നമ്മളെ കയ്യിൽ 100 കോയിൻ ഉണ്ട്. അതിന് മുഴുവൻ നമ്മൾ ഇത് വാങ്ങണം. അതേപോലെ 100 കോഴികളുണ്ട്. 100 എണ്ണം. അത് ചിലപ്പോൾ കുറച്ച് കുട്ടികളായിരിക്കും, ചിലത് വലിയ കോഴികളുണ്ടാവും, പൂവൻ കോഴികളുണ്ടാവും, പെടക്കോഴികളുണ്ടാവും. എന്തായാലും 100 കോഴികളും 100 കോയിനും ആണ് നമുക്കുള്ളത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇങ്ങനെ നമ്മൾ ഇതിന് ഉത്തരം കണ്ടെത്താനെന്നുള്ളത്. അപ്പോൾ എക്സ് കോക്സ് ആണുള്ളതെന്ന് വിചാരിക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഹെൻസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, സെഡ് ചിക്സ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പോൾ 2 ഇക്വേഷൻ ഉണ്ടാക്കാം. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 100 ആണ്. അതേപോലെ ഇതിൻ്റെ അപ്പോൾ അത് വിലയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആകെ എണ്ണവും 100 ആണ്. അപ്പോൾ ആകെ എണ്ണം 100 നിലയ്ക്കുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 100 ഇങ്ങനെ വരും. ഇനി അതിൻ്റെ വില വെച്ചിട്ടാണ് 100 കോയിൻസ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ 5x പ്ലസ് 3y പ്ലസ് 1/3 സെഡ് ഈക്വൽ ടു 100. അപ്പോൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യൂസ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 1ഉം 2ഉം ഉപയോഗിച്ച് നമുക്ക് സെഡ് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ സെഡിന് 1ലെ സെഡിൻ്റെ എക്സ്പ്രഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുന്നത് മാത്രം പറയാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 7x പ്ലസ് 4y കോൺഗ്രുവൻ്റ് ടു 100 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 7x പ്ലസ് 100y കോൺഗ്രുവൻ്റ് ടു 4y കോൺഗ്രുവൻ്റ് ടു 100.
അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ഇതും ഡയഫൻഡിക്കേഷനിലേക്ക് വരും. അപ്പോൾ 7x കോൺഗ്രുവൻറ്റ് ടു 100 mod 4 എന്ന് വരും. അല്ലെങ്കിൽ 7 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണ്. ഇപ്പോൾ ഇത് 3x ആവും. 100 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ 3x കോൺഗ്രുവൻറ്റ് 0 mod 4 എന്നാവും. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ മതി. ഇനി നമ്മൾ 3,1 3,4 1 ആയതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടാവും. ഇനി 3 0 ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് ഉറപ്പായി. ഇനിയിപ്പോൾ നമ്മൾ ഇൻവേഴ്സ് കണ്ടു നോക്കാം. അത് യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഇൻവേഴ്സ് കാണാം. 0 × 3 അത് 0 തന്നെയാണ്. 0 നോട്ട് കോൺഗ്രുവൻറ്റ് 1 mod 4. 1 × 3 കാരണം ഇവിടെ നമ്മൾ ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ അല്ല, നമ്മളിവിടെ ഇൻവേഴ്സാണ് കാണുന്നത്. ഇൻവേഴ്സ് ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ mod 4 ആയതുകൊണ്ട് നമ്മൾ ഇൻവേഴ്സ് 0 1 2 3 എന്ന വാല്യൂസ് എടുത്ത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ കാണാൻ കഴിയും 3 × 3 9 ആണ്. 9 കോൺഗ്രുവൻറ്റ് 1 mod 4 ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് 3യുടെ തന്നെ ഇൻവേഴ്സാണ്, സെൽഫ് ഇൻവേഴ്സ് ആണ് വരിക. അപ്പോൾ 3x കോൺഗ്രുവൻറ്റ് 0 mod 4 എടുക്കുക. വീണ്ടും മൾട്ടിപ്ലൈ ബോത്ത് സൈഡ് ബൈ 1 അല്ലല്ലോ, 3 ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × 3 കോൺഗ്രുവൻറ്റ് 1 mod എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ 3 × 0 0 വരുന്നുണ്ട്. x കോൺഗ്രുവൻറ്റ് 0 mod 4 എന്ന് കിട്ടും. അതായത് എക്സ് കിട്ടി നമുക്ക്. ഇനി വൈയും സെറ്റ് കിട്ടാനുള്ളൂ. അതായത് എക്സ് എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടി. ഇനി ഇത് x = 40 എന്നുള്ളത് നമ്മൾ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y എന്താണെന്ന് കിട്ടും. y എന്താണെന്ന് നോക്കാം. അപ്പോൾ y കിട്ടി. y കിട്ടിയത് 25 - 70. ഇനി ഇത് രണ്ടും 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെറ്റ് കാണാം. വഴികൾ പറയുന്നില്ല. സെറ്റ് എന്ന് പറയുന്നത് 75 + 3t കിട്ടും. അപ്പോൾ നമുക്കൊക്കെ കിട്ടി. x = 40, y = 25 - 70, സെറ്റ് എന്ന് പറയുന്നത് 75 + 3t എല്ലാം കിട്ടി. ഇനി അടുത്ത എക്സാമ്പിളിൽ അടുത്തത് ഇത് ലാസ്റ്റ് എക്സാമ്പിളാണ്. 234 ഫാക്ടോറിയലിൻ്റെ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കാണണം. നമുക്കറിയാം 234 ഫാക്ടോറിയലിൽ കുറേ സീറോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആകെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിജിറ്റ് കാണണം. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് 234ൽ ഫാക്ടോറിയൽ എത്ര സീറോ ലാസ്റ്റ് വരുന്നുണ്ടെന്ന് കാണണം. അതിൻ്റെ മുമ്പ് ചില ഒബ്സർവേഷൻസിൽ നമ്മൾ നടത്തുന്ന ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. 4 തൊട്ടടുത്തുള്ള നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 അടുത്തടുത്തുള്ള ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 2 കോൺസിക്യൂട്ടീവായിട്ട് 5ൻ്റെ മൾട്ടിപ്പിളിൻ്റെ ഇടയിൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ 0ൻ്റെയും 5ൻ്റെ ഇടയിൽ 1 2 3 4, 5ൻ്റെയും 10ൻ്റെ ഇടയ്ക്ക് 6 7 8 9 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രുവൻറ്റ് -1 mod 5 ആയിരിക്കും എന്നുള്ളതാണ് ആദ്യം
പ്രൂവ് ചെയ്യേണ്ടത്. അതായത് n കോൺഗ്രുവൻറ്റ് ടു സീറോ മോഡ് 5. അപ്പം അങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റിയ n കോൺഗ്രുവൻറ്റ് സീറോ മോഡ് 5 ആണെങ്കിൽ n മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള n+1, n+2, n+3, n+4 ഇതൊക്കെ കോൺഗ്രുവൻറ്റ് ടു ഈ പ്രൊഡക്റ്റ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 5 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ദിസ് കോൺഗ്രുവൻറ്റ് ടു ഇതിൽ n 5ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് n+1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 5. ഇനി അതേപോലെ n+2 n05ൻ്റെ മൾട്ടിപ്പിൾ, അപ്പോൾ 2 ആണ് സിസ്റ്റം വരിക. ഇനി n+3ൽ 3 ആണ് റിമൈൻഡർ വരിക. n+4ൽ 4 ആണ് വരിക. അപ്പോൾ 1 × 2 × 3 × 4 മോഡ് 5 ആണ് നോക്കേണ്ടത്. അപ്പോൾ 2 × 3 6, 6 × 4 24 മോഡ് 5. അപ്പോൾ 4 മോഡ് 5 ആണ് വരിക. 4 എന്ന് പറഞ്ഞാൽ -1 കോൺഗ്രുവൻറ്റ് മോഡിലെടുക്കുമ്പോൾ. ആ ഒബ്സർവേഷൻ അടക്കട്ടെ. ഇനി വേറൊരു ഒബ്സർവേഷൻ, നമ്പർ ഓഫ് ടെയിലിംഗ് സീറോസ് ഓഫ് 234. നമ്മൾ മുമ്പത്തെ ഒരു സെക്ഷനിൽ കണ്ടതാണ്. അത് കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ ഫോർമുല ഇതാണ്: ഇൻറ്റിജർ പാർട്ട് ഓഫ് 231/5 പിന്നെ ഇൻറ്റിജർ പാർട്ട് ഓഫ് 234/5², അതായത് 25. ഇൻറ്റിജർ പാർട്ട് ഓഫ് 234/5³ അതായത് 125. ഇൻറ്റിജർ പാർട്ട് ഓഫ് 234/625 എക്സെട്ര. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇത് 46 വരും, ഇത് 9 വരും, ഇത് 1 വരും, പിന്നെ ഒക്കെ 0 തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി എത്രയാണോ അത്ര സീറോസാണ് 234 ഫാക്ടോറിയലിൻ്റെ അവസാനത്തേക്ക് ഉള്ളത്. അപ്പോൾ അത് എത്ര ആണ് എന്ന് നോക്കാം. $56 കിട്ടി. അത്രയും സീറോ എൻ്റെ 56 സീറോസ് ഉണ്ടെന്ന് കിട്ടി. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 56. ഇനി ഡി ആണ് ലാസ്റ്റ് നോൺ സീറോ എന്ന് വിചാരിക്കുക. അതായത് 56 സീറോ കഴിഞ്ഞ് തൊട്ടിപ്പുറത്തെ നോൺ സീറോ ടേം ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ 234 ഫാക്ടോറിയലിനെ 10⁻56 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലാസ്റ്റ് ടേം ഒരിക്കലും സീറോ ആവില്ല. ആ ലാസ്റ്റ് ഡിജിറ്റ് ആണ് ഡി എന്ന് വിചാരിക്കുക. പിന്നെ 234 ഫാക്ടോറിയലിൽ 2കൾ 5നേക്കാൾ അതിൻ്റെ ഡീകമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതലാണ്. അതുകൊണ്ട് ഡി എന്ന് പറയുന്നത് ഇവണായിരിക്കും. എന്തായാലും ഡി എന്ന് പറയുന്നത് ഇവണായിരിക്കും. അത് വേറൊരു ഒബ്സർവേഷനാണ്. അപ്പോൾ ഡിക്കുള്ള സാധ്യതകൾ 2, 4, 6, 8 ഇതൊക്കെയാണ് ഡിക്കുള്ള സാധ്യതകൾ. ഡി നമുക്ക് ഇനി കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി 231 × 232 × 33 × 34 അതായത് രണ്ട് കോൺസിക്യൂട്ടീവായിട്ടുള്ള 2 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ഇടയ്ക്കുള്ള 4 നമ്പേഴ്സാണ്. അതിൻ്റെ പ്രൊഡക്റ്റാണ്. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 5. ഇനി വേറൊരു കാര്യം, 234 ഫാക്ടോറിയൽ ബൈ 5⁻46 × 46 ഫാക്ടോറിയൽ. ഇത് നമുക്ക് എന്ത് എഴുതാം? 230 ഫാക്ടോറിയൽ ബൈ 5 × 10 കാരണം ഇവിടെ 46 5കളുണ്ട്. ഇവിടെ 1 മുതൽ 46 വരെ ഉണ്ട്. അപ്പോൾ ഓരോന്ന് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 1 മുതൽ 46 വരെ പ്രൊഡക്റ്റ് മൾട്ടിപ്പിൾ ചെയ്ത് അങ്ങനെയാണ് വരിക. ഇതിലുള്ള ഓരോ ഇവിടെ 5 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. ഇവിടെ 10 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇതാണ് വരിക. 1 × 2 × 3 × 4 പിന്നെ 5 വരിക, ക്യാൻസൽ ചെയ്തു. 6 × 7 × 8 × 9 പിന്നെ 10 ക്യാൻസൽ ചെയ്തു എക്സെട്ര.
226 ഇൻറ്റു 227 ഇൻറ്റു 228 ഇൻറ്റു 229. ഇത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഇതിൻ്റെ ഇടയിലുള്ള മൾട്ടിപ്പിൾ ഓഫ് 5ൻ്റെ ഇടയിലുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 മെമ്പേഴ്സ് ആയതുകൊണ്ട് ദിസ് കോൺഗ്രുവൻ്റ് ടു -1, ദിസ് കോൺഗ്രുവൻ്റ് ടു -1 ആൻഡ് ലാസ്റ്റ് ഇതും കോൺഗ്രുവൻ്റ് ടു -1 മോഡ് 5. അപ്പം അങ്ങനെ 46 -1കളുണ്ട്. അപ്പം -1 മോഡ് 5 അതായത് 1 മോഡ് 5 എന്ന് കിട്ടി. ഇനി അതുകൊണ്ട് ഇനി നമ്മൾ ഇതും കൂടി എടുക്കാം. അപ്പോൾ ഒന്ന് ഓൾറെഡി അത് പ്രൂവ് ചെയ്തു. ഈ 46 ഫാക്ടോറിയൽ ബൈ 5⁹9 ഇൻറ്റു 9 ഫാക്ടോറിയൽ അത് ഇതേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നേരത്തെ എഴുതിയ അതേ ഐഡിയ വെച്ച് എഴുതിയാൽ ഈ രീതിയിൽ വരും. അതേപോലെ 5, 10 ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ വരും. അപ്പം ഇവിടെ 9 ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പം -1⁹9 മോഡ് 5 വരും. അപ്പം -1 മോഡ് 5 വരും. ഈ 9 ഫാക്ടോറിയൽ ബൈ 5 ഇതേ രീതിയിൽ -1 ഇൻറ്റു -1 അവിടെ 1 മോഡ് 5 വരും. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 230 ഫാക്ടോറിയൽ ബൈ 5⁴46 ഇൻറ്റു 46 ഫാക്ടോറിയൽ ഇൻറ്റു 46 ഫാക്ടോറിയൽ ബൈ 5⁹9 ഇൻറ്റു 9 ഫാക്ടോറിയൽ ഇൻറ്റു 9 ഫാക്ടോറിയൽ ബൈ 5. അപ്പോൾ ഇതിൽ 46 ഫാക്ടോറിയൽ ക്യാൻസൽ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലോ കോൺഗ്രുവൻ്റ് ടു 1 ഇൻറ്റു -1 ഇൻറ്റു 1 മോഡ് 5. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 46 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു, 9 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്റർ 230 ഫാക്ടോറിയലാണുള്ളത്. പിന്നെ 5⁵56 വരും ഇവിടെ കോൺഗ്രുവൻ്റ് ടു -1 മോഡ് 5. അപ്പോൾ 230 ഫാക്ടോറിയൽ കോൺഗ്രുവൻ്റ് ടു 5⁵56 മോഡ് -1 മോഡ് 5 എന്ന് പറഞ്ഞാൽ 4 മോഡ് 5. അപ്പോൾ ഇനി 234 ഫാക്ടോറിയൽ എടുക്കുക. അപ്പോൾ ഇതിനെ ഇതോടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 230 ഫാക്ടോറിയൽ ബൈ 5⁵56 ഇൻറ്റു 231 ഇൻറ്റു 232 ഇൻറ്റു 233 ഇൻറ്റു 34. അപ്പോൾ 230 ഫാക്ടോറിയൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് കോൺഗ്രുവൻ്റ് ടു -1 മോഡ് 5 എന്ന് കണ്ടിട്ടുണ്ട്. ഈ ക്വാണ്ടിറ്റി 4 മോഡ് 5 രണ്ടും കൂടി ആകുമ്പോൾ -4 മോഡ് 5 എന്നായി മാറും. ഇപ്പോൾ ഇനി എൻ്റെ കണ്ടിന്യൂഷൻ. അപ്പോൾ 234 ഫാക്ടോറിയൽ ബൈ 5⁵56 എന്നുള്ളത് -4 മോഡ് 5 എന്ന് കിട്ടും. അതായത് 1 മോഡ് 5 എന്നർത്ഥം. ഇനി 256ൻ്റെ കോൺഗ്രുവൻസ് കൂടി നോക്കാം. 2 പവർ 56 കോൺഗ്രുവൻ്റ് ടു 4 പവർ 28 മോഡ് 5. അതായത് -1⁵28 മോഡ്, കാരണം 4 കോൺഗ്രുവൻ്റ് ടു -1 ആണ്. ഇനി -1⁵28 എന്ന് പറയുന്നത് 1 തന്നെ. ടു 5 1 എന്നുള്ള കാര്യം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ 2 5 നമ്മൾ റിലേറ്റീവ്ലി പ്രൈം എന്നുള്ള കാര്യം ഉപയോഗിച്ചാൽ 234 ഫാക്ടോറിയൽ ബൈ 10⁵56 എന്ന് പറയുന്നത് 234 ഫാക്ടോറിയൽ ബൈ 2 പവർ 56 ഇൻറ്റു 5 പവർ 56. 2 പവർ 56 കോൺഗ്രുവൻ്റ് ടു 1 ആണ്. 5 പവർ 56 അതല്ല, 234 ഫാക്ടോറിയൽ ബൈ 5 പവർ 56 നേരത്തെ കണ്ടിട്ടുണ്ട്, അതും 1 ആണ്. അപ്പോൾ കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 5 എന്ന് വരും. അപ്പോൾ ഡി കോൺഗ്രുവൻ്റ് ടു 1 മോഡ് 5 വരും. പക്ഷെ
ഡി ഇവണ എന്ന് പറഞ്ഞിട്ടുണ്ട്, D6 ആവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഓഫ് 234 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 6 ആണ്. അപ്പം വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അതും കൂടി നോക്കാം. ഇതേ സാധനം തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മുതൽ 9, 10 വരെയുള്ള നമ്പർ ആചരിക്കുക, അല്ലെങ്കിൽ 9 വരെയുള്ള നമ്പറിൽ മൾട്ടിപ്പിൾസ് ഓഫ് 5 കംപ്ലീറ്റ് ഒമിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ആ ക്വാണ്ടിറ്റിക്ക് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നൊരു സാധനമാണ് 9 സ്റ്റാർ. ഇതിലിപ്പോൾ 5 ഒഴിവായിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ 1 × 2 × 3 × 4, 5 ഒഴിവായി, 6 × 7 × 8 × 9. ഇത് നമുക്ക് 9 സ്റ്റാർ എന്ന് വിളിക്കാം. 9 സ്റ്റാർ. അപ്പോൾ 9 ഫാക്ടോറിയലിൽ നിങ്ങൾ മോഡുലോ 10 എടുക്കുമ്പോൾ, മോഡുലോ 10കൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ 9 ഫാക്ടോറിയലിലും 9 സ്റ്റാറിലും ഒരേ മോഡുലസ് തന്നെയാണ് വരിക. അത് കൂടാതെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടുള്ള നമ്പറൊക്കെ എടുക്കാൻ വിചാരിച്ചോളൂ. മോഡുലോ 10, അതായത് 9 സ്റ്റാർ 19 സ്റ്റാർ എടുക്കുക, അല്ലെങ്കിൽ 20 എടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അതിലൊക്കെ ഒരേ മോഡുലസ് ആണ് വരിക. 19 സ്റ്റാറിനും 39 സ്റ്റാറിനൊക്കെ ഒരേ മോഡുലസ് തന്നെയാണ് വരിക. കാരണം എപ്പോഴും മോഡുലോ 10 എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ പ്രൊഡക്റ്റ് മാത്രം നോക്കിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം. ഇപ്പോൾ 230 സ്റ്റാർ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ, ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ നോക്കുന്നുള്ളതുകൊണ്ട് ഇത് 9 സ്റ്റാർ മോഡുലോ 5. ഇനി 9 സ്റ്റാർ മോഡുലോ 10, 9 സ്റ്റാർ മോഡുലോ 10 നോക്കണമെങ്കിലോ നിങ്ങൾ 9 സ്റ്റാറിലുള്ള ഓരോന്നിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് നോക്കി, അതായത് 1 × 2 × 3, 1 2 × 3 6, 6 × 4 24. പിന്നെ നമ്മൾ 24 × 5 എടുക്കണ്ട, 4 × 5 എടുത്താൽ മതി. അപ്പോൾ 4 × 5 20, അപ്പോൾ 20 വരും, 0 വരും. ആ രീതിയിൽ പോയാൽ മതി. അപ്പോൾ 9 സ്റ്റാർ, അപ്പോൾ സോറി ഇവിടെ 5 ഇല്ലല്ലോ, പിന്നെ 6 ആണ്. 24 × 6 എന്ന് പറയുമ്പോൾ 4 × 6 എടുത്താൽ മതി. അപ്പോൾ വീണ്ടും 4 വരും. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ 9 വരെ നോക്കിപ്പോയാൽ 6 എന്ന് കിട്ടും നിങ്ങൾക്ക്. ലാസ്റ്റ് മോഡുലോ 10 എടുക്കുമ്പോൾ 6 എന്നാണ് കിട്ടുക. ഇപ്പോൾ 230 സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 5, 10 ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺഗ്രുവൻസ് 6 ആണ്. ഇനി നമ്മൾ 45 സ്റ്റാർ, 40 സ്റ്റാറിൻ്റേത് കൂടി നോക്കാം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് 40 സ്റ്റാറിൻ്റേത് 6 മോഡ് 10 ആണ്, നേരത്തെ അതേ ഐഡിയ. 41, 42, 43, 44 അതിന് 4 ആണ്. ഇനി 4 × 6 റിമൈൻഡർ വരുന്നത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് 4 ആണ്. അങ്ങനെയാണ് 45 സ്റ്റാർ കോൺഗ്രുവൻ്റ് 4 മോഡ് 10 കിട്ടിയത്. ഇനി 231 × 232 × 233 × 234 എന്നുള്ളത് 4 മോഡ് 10 ആണ്. അതിനാൽ 2 നേരത്തെ പറഞ്ഞ കാര്യം തന്നെ 1 × 2 × 3 × 4 എടുത്താൽ മതി, അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ 24 വരും. ഇപ്പോൾ 4 മോഡ് 10. ഇനി 234 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 234 × 233 × 231 വരെ, പിന്നെ 230 സ്റ്റാർ. പക്ഷേ ഇതിന് കുറേ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യണം. അതിനാണിത് 5 ഏടല്ല മൾട്ടിപ്ലൈ ആണ്. അതായത് ഇവിടെ ഒഴിവാക്കിയതൊക്കെ വീണ്ടും മൾട്ടിപ്ലൈ ഇത് ചേർക്കണം. 5⁴6 × 46 ഫാക്ടോറിയൽ. കാരണം മൾട്ടിപ്പിൾ ഓഫ് 5 in 234 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 × 5, 2 × 5 എക്സെട്ര 46 × 5 ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 46 ഫാക്ടോറിയൽ ×
5⁻46 എന്ന് വരും. ഇനി 234 ഫാക്ടോറിയൽ ഇത്രയും കാര്യം വെച്ചിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ 234 ഇൻറ്റു 33 ഇൻറ്റു 232 ഇൻറ്റു 231 ഇൻറ്റു 230 സ്റ്റാർ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട് 5⁻56 ഇൻറ്റു പിന്നെ 46 ഇൻറ്റു 45 സ്റ്റാർ ഇൻറ്റു 5⁻9 ഇൻറ്റു 9 ഫാക്ടോറിയൽ. ഇത് നമ്മൾ എന്തിനെയാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് നോക്കാം. തൊട്ട് മുകളിലത്തേത് 5⁻46 ഫാക്ടോറിയൽ എന്നുള്ള ഭാഗത്തിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതാണ് ഈ രീതിയിൽ. 46 ഫാക്ടോറിയൽ എന്നുള്ള അതിനെ മാത്രം ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. അപ്പം എന്ത് കിട്ടിയെച്ചാൽ 46 ഫാക്ടോറിയലിനാണെങ്കിൽ 46 ഇൻറ്റു 45 സ്റ്റാർ ഇൻറ്റു 45 സ്റ്റാർ എഴുതുമ്പോൾ അതിൽ കുറേ എണ്ണം ഒഴിവാക്കി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇത്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. ഇനി ദറ്റ് ഈസ് ഈക്വൽ ടു 234 ഇൻറ്റു എക്സെട്ര. ഇനി ആ 45 സ്റ്റാർ കഴിഞ്ഞിട്ട് 5⁻46 ഇൻറ്റു 5⁻9 ഉണ്ട്. ഇപ്പോൾ 5⁻55 ആവും. ഇനി ഇതേപോലെ 9 ഫാക്ടോറിയലിന് ഒരു 9 മാത്രമേ ഉള്ളൂ. 9 ഫാക്ടോറിയലിൽ ഒരു 9 അത് പുറത്തേക്ക് എടുത്തു, ഒഴിവാക്കി. പിന്നെ ബാക്കി വരുന്നത് 9 സ്റ്റാറാണ്. കാരണം 5ൻ്റെ മൾട്ടിപ്പിൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 234 ഇൻറ്റു 233 ഇൻറ്റു 232 ഇൻറ്റു 31 ഇൻറ്റു 46 ഇൻറ്റു 230 സ്റ്റാർ ഇൻറ്റു 45 സ്റ്റാർ ഇൻറ്റു 9 സ്റ്റാർ ഇൻറ്റു 5⁻56. ഈ കോൺഗ്രുവൻസ് തന്നെ പലതവണ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. ഇതിലൊക്കെ അത് തന്നെ വരുന്നുള്ളൂ. ഇതൊക്കെ സ്പെഷ്യൽ പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ ഈ ചെയ്യുന്നതൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രോബ്ലംസാണ്. ഈ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ 234 ഫാക്ടോറിയൽ 234 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5⁻56 എന്ന് പറയുന്നത് ഇങ്ങനെ മാറും. നമ്മൾ അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ ഇവിടെ ഓരോന്നിൻ്റെയും നമുക്കറിയാം. ഇത്രയും ബ്രാക്കറ്റിലുള്ളതിന് 4 മോഡ് 10 ആണ്. ഇത് 46 6 മോഡ് 10 ആണ്. 230 സ്റ്റാർ എന്നുള്ളത് 6 മോഡ് 10 ആണ്. 45 സ്റ്റാർ എന്നുള്ളത് 4 മോഡ് 10 ആണ്. 9 സ്റ്റാർ എന്നുള്ളത് 6 മോഡ് 10 ആണ്. ഇനി ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി മൾട്ടിപ്പിൾ ചെയ്ത് ഇങ്ങനെ എഴുതണം എന്നില്ല. 6×4 24, 4×6 24, 4×4 16, 6×6 36. ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പോൾ 6 മോഡ് 10. അതായത് 234 ഫാക്ടോറിയൽ. ഇനി 56 സീറോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്നും പറഞ്ഞിട്ട് വരുന്നത് 6 ആണ്. ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റായിട്ട് വരുന്നത് 6 ആണ്.